കണ്ടുപിടിക്കുന്ന സമയത്ത് ശാസ്ത്രലോകം ആ ഓരോ സയൻസ് കണ്ടുപിടിക്കുന്നതിന് എതിർത്തുകൊണ്ടിരിക്കും. അത് കറക്റ്റ് അല്ല എന്ന് പറയും. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗൂഗിളിൽ ഇട്ടാൽ മതി. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഫൈൻഡിങ്സ് നമുക്ക് നോക്കാൻ കഴിയും. ആ 1921 പീരീഡില് ഗൂഗിളും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, ഒന്നും ഇല്ലാത്ത കാലഘട്ടം. അന്നേരം ജേണൽസ് ഉണ്ട്. ഈ ജേണൽസുകളിലൂടെ ഇത് പബ്ലിഷ് ചെയ്യും. അത് റീഡ് ചെയ്തിട്ട് മറ്റ് സയന്റിസ്റ്റുകൾ അതിനെ എന്ത് ചെയ്യും? എതിർത്ത് പറയും. എന്റെ കൈയൊക്കെ പോകുന്നത് ഒബ്സർവ് ചെയ്യുക. എന്റെ സ്റ്റോറി പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാന്ന് പറയാൻ. നാനാ ഭാഗങ്ങളിൽ പോയി തന്റെ കണ്ടുപിടുത്തം ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കാനും അത് അവതരിപ്പിക്കാനും വേണ്ടി പോയി. അങ്ങനെ പോയത് അദ്ദേഹം അന്ന് ബെൻസിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ കുതിരവണ്ടിയിലാണ് പോയി. ഈ കുതിരവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഈ കുതിരവണ്ടിയിൽ പോയി ഇതുപോലെ ഒരു സ്റ്റേജിൽ വരും, ഓഡിയൻസ് കാണും. ആ ഓഡിയൻസിന്റെ പ്രസൻസിൽ അദ്ദേഹം ഒരു 2.5 hours ഈ റിലേറ്റിവിറ്റി തിയറിയെ കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യന് മറുപടി പറയും. ഇങ്ങനെ 100ഓളം സ്റ്റേജുകളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കവേണം അവസാനം ഈ സ്റ്റോറിയുടെ മെയിൻ പോയിന്റ് ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസന്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഫ്ലോറിഡ. നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്കയിലാണ്. തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഫ്ലോറിഡ. ഫ്ലോറിഡയിൽ ഒരു സ്റ്റേഡിയം കോംപ്ലക്സിലാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അടുത്ത ദിവസത്തെ പ്രസന്റേഷൻ. ഈ പ്രസന്റേഷന് വേണ്ടി അദ്ദേഹം ചെല്ലുമ്പോൾ നല്ല സിവിയർ ഫീവറും അതോടൊപ്പം തന്നെ ത്രോട്ട് പെയിനും ഒക്കെയാണ്. ഇപ്പൊ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ സന്തത സഹിതമായി. ഡ്രൈവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞിടോ, എനിക്ക് നാളെ ഫ്ലോറിഡയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പനിയാണ്, ത്രോട്ട് പെയിനും, അത് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ടേ പറ്റും. അപ്പൊ ഡ്രൈവർ പറഞ്ഞു, സാർ അദ്ദേഹം ഒരുപാട് നമ്മുടെ ഒപ്പോണൻസ് അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്ന ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്, നമുക്കവിടെ പോയേ മതിയാവും. അദ്ദേഹം പറഞ്ഞെങ്കിൽ നാളെ രാവിലെ എത്തി വാ, നമുക്ക് നോക്കാം. രാവിലെ എത്തി ആൽബർട്ട് ഐൻസ്റ്റീൻ ഒട്ടും വയ്യ. അന്നേരം ഈ വണ്ടിക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് ചോദിച്ചത്,